വീണ്ടും സ്വാഗതം TCVയുടെ സ്റ്റുഡിയോയിലേക്ക്. നമുക്കിന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം TCVയെ സംബന്ധിച്ചിടത്തോളം 2011 TCVയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളി MLA കൂടിയായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മൻ ആണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. നമുക്കറിയാം രാഷ്ട്രീയം ഒരു കലയാണ്. പ്രതിസന്ധികളെ കലാപരമായി അതിജീവിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ നേടി മുന്നോട്ട് പോവുകയും താൻ പ്രതിനിധാനം ചെയ്യുന്ന നാടിനെ വിജയകരമായി കലാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വലിയ കലാകാരനാണ് ഓരോ രാഷ്ട്രീയ നേതാവും. ആ ഒരു വിജയം നമ്മുടെ മുന്നിൽ മനോഹരമായിട്ട് കാണിച്ചു തന്നൊരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും കലോത്സവത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. തൃശ്ശൂരിലെത്തി തൃശ്ശൂരിലെ കലോത്സവത്തിൻ്റെ വൈബ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മൊത്തം കാണുന്നതിന് മുമ്പ് നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. കാണാൻ സമയം കിട്ടിയില്ല, കാണാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പല ദിവസങ്ങളായി വാർത്തകളൊക്കെ കാണുന്നു. അതുപോലെ തന്നെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പോയില്ലെങ്കിലും അതിൻ്റെ വൈബ് നല്ലപോലെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായ പ്രതീക്ഷയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് മുമ്പത്തെ പ്രാവശ്യവും 3 കലോത്സവമായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ നിർവഹിച്ച് കാണുന്നത്. ഇതിനു മുമ്പ് 2011 തൊട്ട് ഞാൻ കലോത്സവ വേദികൾ പോയിട്ടുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. വേദികളിൽ പോകുന്നതല്ലാതെ നമ്മളൊക്കെ ബാല്യകാലം അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ കാലഘട്ടം എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുക? സ്കൂൾ കാലഘട്ടത്തിൽ 1ാം ക്ലാസ്സിൽ അന്നാണ് ഞാൻ സിലബസ് SLC സിലബസിലായിരുന്നു. അപ്പം ഞാൻ ഒരു അമ്മൂമ്മയായിട്ട് വേഷം കിട്ടിയിട്ടുണ്ട്. സ്കൂൾ ഫസ്റ്റ് കിട്ടി 1ാം ക്ലാസ്സിൽ. അപ്പം അന്ന് ആ വർഷം അതിന് മുമ്പത്തെ വർഷം കണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ 100% സാക്ഷരത. അപ്പോൾ ഈ ഒരു വടി കുത്തി പിടിച്ച് ഈ 100% സാക്ഷരത ഒരു സ്ലേറ്റിലൊക്കെ എഴുതി. അപ്പം അതിനാ എനിക്ക് ഇങ്ങനെ നല്ലപോലെ വിറച്ചായിരുന്നു, കയറിയപ്പോൾ നല്ലപോലെ വിറച്ചായിരുന്നു. അതുകൊണ്ട് അത് നാച്ചുറൽ ആക്ടിംഗ് ആയിട്ട് കരുതിയിട്ട് അവർ ഫസ്റ്റ് പ്രൈസ്. അതിനുശേഷം പിന്നെ ഞാൻ സ്കൂള് ലയോളയിലോട്ട് മാറിയത്. അപ്പോൾ ICSE സിലബസിലാണ്. അപ്പോൾ അവിടെ ആക്ടിവിറ്റീസിൽ പിന്നെ ഒരു 5ാം ക്ലാസ് തൊട്ട് ഞാൻ ഇതേപോലെ ഡാൻസ്, പിന്നെ ടാബ്ലോ, ഫാൻസി ഡ്രസ്സിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മോണോ ആക്റ്റീവ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികൾ. പിന്നെ സ്കൂളിൽ വന്നപ്പം എലക്യൂഷന്, പിന്നെ ഇതേപോലെ ടാബ്ലോ, അതിനകത്തൊക്കെ നമ്മൾ ഗ്രൂപ്പ് കോമ്പറ്റീഷൻസ് ആണ് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു ഒരു രീതിയുണ്ട്, ഒരു ആചാരമുണ്ട്. നമ്മൾ ഈ ചെയറിൽ വന്നിരിക്കുന്നവരെ കൊണ്ട് എന്തെങ്കിലും കലാപരമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. പ്രസംഗം അല്ല, മോണാക്ട് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. കല എന്ന് പറഞ്ഞു. കല പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മോണാക്ട് നമുക്കൊന്ന് അങ്ങനെ ഒരു ട്രൈ ചെയ്യാൻ പറ്റുമോ? വേണ്ട, 10-20 വർഷം മുമ്പ് ചെയ്തല്ലേ. പിന്നെ അതിനുശേഷം പാട്ട് പാടിയിരുന്നു. പാട്ട് പാടാൻ നിർബന്ധിക്കുന്നില്ല. അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ടല്ല, അത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു കലോത്സവത്തിനെ കുറിച്ച് ഒരു അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് നമ്മളിപ്പം ഒരുപാട് ഇത്രയധികം മത്സര ഇനങ്ങളുള്ള ഒരു ഇവന്റ് നമുക്ക് സമീപത്ത് കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ മിസ്സാക്കരുത്, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു ഐറ്റം ഏതാണ്? അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, നാടകം ഉണ്ടെങ്കിൽ നാടകം എന്നുള്ളത്. അഭിനയം അല്ലെങ്കിൽ നാടകത്തിന്റെ വിവിധ അഭിനയ മുഹൂർത്തങ്ങളാണ്, മോണോ ആക്ട്സ്, അതുപോലെ തന്നെയുള്ള ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും എനിക്ക് ചൂട് ഒരു ഇൻട്രസ്റ്റ്. അന്നത്തെ ഓർമ്മകൾ കൂടി ഉള്ളിൽ തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമുക്കറിയാം ഈ മിമിക്രി വേദികളിൽ പലപ്പോഴും ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ പുതിയ താരങ്ങളെയൊക്കെയാണ് ആളുകൾ അനുകരിക്കുന്നത്. പക്ഷെ പണ്ട് ഇപ്പം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനൊക്കെ അനുകരിച്ചുകൊണ്ട് മിമിക്രി വേദികളിലൂടെ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് സമ്മാനം മേടിക്കുന്ന സാഹചര്യമൊക്കെ, അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തപ്പം അപ്പൊ അനുകരിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ തന്നെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ നടന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഫുൾ ടൈം സ്റ്റഡീസ് മാത്രമാവുകയാണ്. പിന്നെ അവർക്ക് ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഗെയിംസിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പം മാത്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഗെയിംസ്. നമ്മളത് ഫോക്കസ് ചെയ്തിട്ടില്ല. ഫോക്കസ് ചെയ്താൽ, ഡയറക്റ്റ് ചെയ്താൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഇന്നലെ നാളെ. അപ്പോൾ ഗെയിംസും സോഷ്യൽ അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്കൂൾ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റി പങ്കെടുപ്പിക്കാനും വേണം. അതിനകത്തൊരു എക്സ്ക്യൂസ് പോലും കൊടുക്കരുത്. കാരണം എങ്ങനെയാണോ നമ്മൾ
സബ്ജക്ട്സ് എക്സ്ക്യൂസ് ഇല്ലാതെ പഠിപ്പിക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കണം. കാരണം പരാജയം കൂടി പഠിക്കാനുള്ള വേദിയായത്, ജയം മാത്രമല്ല പരാജയം കൂടി പഠിക്കണം. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ കാണും, അതിനെയൊക്കെ അതിജീവിക്കുവാൻ, പരാജയം കൂടി അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം ഇതിന്റെ ഒരു ടൂറിസം സാധ്യത പ്രസംഗം പറഞ്ഞില്ല. പ്രസംഗം ഐറ്റമായിട്ട് അവതരിപ്പിക്കണോ? വേണ്ട, പാട്ട് മതിയല്ലോ ഇപ്പൊ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെന്നെ കോരിയെടുക്കാൻ വാ. അടിപൊളി, നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം പ്ലീസ്. നല്ലൊരു കൈയടി പ്ലീസ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടൂറിസം സാധ്യത അതൊക്കെ ഭാവിയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യങ്ങളും ഒക്കെ കണ്ടതുകൊണ്ടും ആണ് കൂടുതൽ ഇതൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതെന്ന്. അതേപോലെ തന്നെയാണ് അല്ലേ, ഇപ്പം ഇതുവരെയും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് ശരിക്കും മാധ്യമങ്ങൾ അത് വലിയൊരു പങ്ക് വഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഇതുപോലൊരു കലോത്സവം ഇന്ത്യയിൽ ഒരിടത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കാരണം ഇവിടെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ വിഭാഗങ്ങളും കുട്ടികളും വന്ന് പങ്കെടുത്ത് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സാംസ്കാരികമായ ശക്തിയെ തെളിയിക്കുന്ന വേദി, വലിയൊരു ആഘോഷമായി. അപ്പോൾ ആ ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് വെച്ചാൽ നമുക്കെല്ലാം വലിയ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 വർഷം ഈ വർഷവും ഇവിടെ പങ്കെടുക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എത്തിയത്. തിരിച്ചു പോകുന്നില്ലല്ലോ, തൃശ്ശൂർ നിൽക്കുമല്ലേ? ഇന്ന് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. അതെ, സാധിക്കുന്ന എല്ലാ വേദികളിലും എത്തിച്ചേരാൻ സാധിക്കട്ടെ. എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞ ഒരു വർഷം എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഈ വർഷം ഞാൻ ഒന്ന് ഒരു ഓഫ് എടുത്തത് വേണമെങ്കിൽ പറയാം. അതാണ് തൃശ്ശൂരിന്റെ അല്ലേ, തൃശ്ശൂരിന്റെ ഒരു തൃശ്ശൂരിന് ആ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, കാന്തിക ശക്തിയുണ്ട്. അപ്പൊ എന്തായാലും തൃശ്ശൂരിൽ കൂടെ നന്നായിട്ട് പരിപാടികളൊക്കെ ആസ്വദിക്കാൻ പറ്റട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ചു നേരം സമാധാനമായിട്ട് പരിപാടികൾ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കലോത്സവ ആശംസകൾ. താങ്ക് യു.